സ്പൈസി ബീഫ് ബാഹുബനാണ്. അതിനായി നമുക്ക് എന്തെല്ലാം കൂടി നോക്കാം. ആദ്യമായി ഡൗ തയ്യാറാക്കാം. അതിനായി 1.5 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ yeast, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ, 1/2 ടേബിൾ സ്പൂൺ ഷുഗർ. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കുക. ബൗളിലും ടോപ്പിലും എണ്ണ ചേർത്ത് അത് 2 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെക്കുക. ഇനി നമ്മൾക്ക് ബീഫ് ചില്ലി തയ്യാറാക്കാം. അതിനായി ചെറിയ ഫ്ലെയിമിൽ പാനിൽ ഓയിൽ ചേർത്ത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. കളർ ചെറിയ മാറ്റം വന്നതിനാൽ അതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ച ബീഫ് ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് അത് ഞങ്ങൾക്ക് മാറ്റി വെക്കാം. ഇനി വേറെ പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് 1/2 കപ്പ് ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർക്കാം. അതിലേക്ക് ആവശ്യത്തിന് മുളക്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. അതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ചേർക്കുക. 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുക. അതിലേക്ക് മാറ്റി വെച്ച ബീഫ് ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് ഇനി ഗാർണിഷ് ചെയ്യാനായി വേറെ പാനിലേക്ക് ബട്ടർ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് കാപ്സിക്കം, കാബേജ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി പൊങ്ങി വന്ന ഡോ നല്ലോണം കുഴക്കുക. കുഴച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് പരത്താം. മീഡിയം സൈസായി അത് നല്ലോണം പരത്തിയെടുക്കുക. ഒരു ചെറിയ അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പായിട്ട് മുറിച്ചെടുക്കാം. ഈ മുറിച്ചെടുത്ത ഡോവിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് അത് മടക്കി ചെറുങ്ങനെ പ്രസ് ചെയ്യുക. ഫോയിൽ പേപ്പറിലേക്ക് മാറ്റി വെച്ച് ഇനി സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. 10 മിനിറ്റ് വരെ അത് സ്റ്റീം ചെയ്യാം. ബൺ തയ്യാറായിട്ടുണ്ട്. ഇനി അതിലേക്ക് മയോണൈസും ബീഫ് ചില്ലിയും ആഡ് ചെയ്യുക. ഗാർണിഷ് ചെയ്യാനായി കാപ്സിക്കും കാബേജും നമുക്ക് ആഡ് ചെയ്യാം. സ്പൈസി ബീഫ് ബാഹുബൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പ്ലീസ്.